കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ കുറേ ചെടിയുടെ നടുവിലായിട്ടാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ മനസ്സിലാക്കിയാണ് നമ്മുടെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ആക്കാം. അപ്പോൾ ഇതേ കുറച്ച് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓരോന്നും വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ പാറൂട്ടി ഉണ്ട് കേട്ടോ കൂടെ. പാറസേ ഹായ് പറഞ്ഞു. പാറസേ ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ ഹായ്. പാറൂട്ടി ഭയങ്കര ബിസി ആയിട്ടോ. അച്ഛൻ്റെ അമ്മയുടെ ആൽബം നോക്കുക, കല്യാണ ആൽബം. അങ്ങനെ പിടിച്ചിരുത്തിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ പാറസിൻ്റെ മൂഡ് മാറുന്നതിന് മുമ്പ് പെട്ടെന്ന് നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഓഫീസിനുള്ളിൽ വയ്ക്കുന്നത് ഐശ്വര്യത്തിന്, അതുപോലെ ഭാഗ്യം കൊണ്ടുവരുമെന്നൊക്കെയാണല്ലേ പറയുന്നത്. നമ്മുടെ ഈ മണി പ്ലാന്റ് വയ്ക്കുന്നത്, അതുപോലെ എന്താ ലക്കി ബാമ്പു, ഇതൊക്കെ പക്ഷേ എയർ പ്യൂരിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇൻഡോർ പ്ലാന്റ്സ് വീട്ടിനുള്ളിൽ വയ്ക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗുണവും കൂടെയുണ്ട് എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓരോ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മുടെ ഈ കലേഡിയം. നമുക്കിവിടെ 1-2 വെറൈറ്റി കലേഡിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഒരു റെഡ് കളർ ലൈൻ ഇങ്ങനെ നടുവിലൂടെ വന്നിട്ട് വൈറ്റും റെഡും ഡോട്ടാണ് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ആദ്യത്തെ ഇൻഡോർ പ്ലാന്റ് കലേഡിയം. ഈ കലേഡിയത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ദേ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ഇത് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് കളർ ഡോട്ടല്ല, ഒരു ഡിസൈനാണ് അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കലേഡിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇനി നമുക്ക് ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ, കാരണം ഹാങ്ങിങ്ങിലാണ്. അപ്പോൾ എനിക്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് അത് അവിടെ വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 2-3 വെറൈറ്റി കലേഡിയം നമുക്കിവിടെ ഉണ്ട്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ കലേഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ വീട്ടിൻ്റെ എൻട്രൻസിലായാലും അതുപോലെ കോർണറിലായാലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. കലേഡിയത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഓവറായിട്ട് വെള്ളം ആവശ്യമില്ല. ഓവറായിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ തണ്ട് കണ്ടല്ലോ വളരെ നൈസാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കലേഡിയം ആരെങ്കിലും പരിചരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ ബാക്കി പ്രത്യേകതകളുണ്ടല്ലോ ഈ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ബാക്കി പ്രത്യേകതകൾ, കാരണം ഓരോന്നിനും നമുക്ക് ഓരോ കെയറും അതുപോലെ അതിൻ്റെ പ്രൊപ്പഗേഷനും എല്ലാം വേറെയാണ്. അപ്പം അത് ഞാൻ വിശദമായിട്ട് ഓരോ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഇൻഡോർ പ്ലാന്റ് ഈ കലേഡിയമാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആണ് ഈ സിഗോണിയം കേട്ടോ. ഇത് ഇൻറ്റൻസിഫൈഡ് സിഗോണിയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയാണ് ഒരു വ്യത്യസ്തമാണ് കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് അതുപോലെ ഷേപ്പ് വന്നിട്ടൊരു വേറെയാണ്. അപ്പോൾ ഇതും നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ എന്തേ വള്ളിയായിട്ട് പടർന്നു പോകുന്ന ടൈപ്പാണ്. ഇതേ കണ്ടോ, അത് ആ വള്ളി ഇങ്ങനെ പോകുന്നതിൽ നിന്നാണ് ഈ വേര് പൊട്ടിയിട്ട് അത് നമ്മൾ കട്ട് ചെയ്താണ് ഇത് മാറ്റുന്നത്. വള്ളിയായിട്ട് പടർന്ന ഒരു സിഗോണിയത്തിൻ്റെ നമ്മൾ കട്ട് ചെയ്താണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിരിക്കുന്നത് ചട്ടിയിൽ. നമുക്കിങ്ങനെ ബഞ്ചായിട്ട് വേണ്ടതുകൊണ്ട് ആ വള്ളിയായിട്ട് വരുന്നതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ സിഗോണി നമ്മുടെ ഈ മണി പ്ലാന്റ് പോലെയൊക്കെ തന്നെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ നടുവിൽ പൈപ്പിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് ഇത് ഇങ്ങനെ ഉയർത്തി വിട്ട് കഴിഞ്ഞാൽ നല്ലൊരു നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഈ സിഗോണിയത്തിൻ്റെ വേറൊരു ടൈപ്പ് നമുക്കുണ്ട്. ഇത് ജെറ്റ് ഫ്ലക്സ് സിഗോണിയ എന്ന് പറയും. ഇതൊരു ഇല കണ്ടോ, നടുവിൽ കൂടെ വന്നിട്ട് ഒരു വൈറ്റ് കളറാണ്. ഇത് ഇങ്ങനെ ഒരു ഇച്ചിരി വലിയൊരു ഇലയാണെങ്കിൽ ഈ ഇല വന്നിട്ട് ഇച്ചിരി നീണ്ടതാണ് കേട്ടോ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഇതും സെയിം അതുപോലെയാണ്, വള്ളിയാണ് പടർന്നു പോകുന്നത്. നമുക്ക് വള്ളി വേണ്ടാത്തതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ എടുത്തപ്പോൾ ഒരു വള്ളി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ നട്ട് കഴിഞ്ഞാലും ഈ സിഗോണി ഇങ്ങനെ തന്നെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തേ കണ്ടോ, ഇങ്ങനെ നല്ല നീളത്തിന് പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുന്നത് സിഗോണിയം. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതേ ഈ സാൻസവേരിയ കേട്ടോ. നമ്മുടെ സാൻസവേരിയ ആയി വരുന്നേ ഉള്ളൂ, സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും ഒരുപാട് വെള്ളം ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതും ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സൺലൈറ്റും വളരെയധികം കുറച്ച് മതി. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഈ സാൻസവേരിയ. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്കിവിടെ ഉണ്ട്. പിന്നെ കണ്ടോ, അടുത്തൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി ഇതാണ് കേട്ടോ.
അപ്പോൾ ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലായിടവും ഉള്ള ഒരു വെറൈറ്റിയാണ്. ഈ സാൻസവേരിയയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ നഴ്സറിയിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ ഈ 2 ടൈപ്പൊന്നുമല്ല, ഒരുപാട് വെറൈറ്റി സാൻസവേരിയ ഉണ്ട്. നമ്മുടെ ഇവിടെ ഈ 2 വെറൈറ്റിയാണുള്ളത്. അപ്പോൾ അടുത്ത നമ്മുടെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് സാൻസവേരിയ എന്ന് പറഞ്ഞാൽ. ഇതും പലയിടത്തും ഓഫീസിലായിട്ടോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഒരുപാടടുത്ത് സെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഈ സാൻസവേരിയ. അടുത്തൊരു ഇൻഡോർ പ്ലാന്റ് ഈ അഗോണിയാണ് കേട്ടോ. അഗോണിയ പലരുടെയും വീട്ടിൽ കാണും, കോമൺ ആയിട്ടുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു നമുക്ക് 2 വെറൈറ്റി ഉണ്ട് കേട്ടോ അഗോണിയുടെ, കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടറിൽ വേണമെങ്കിലും ഇട്ട് വയ്ക്കാം, അല്ലാണ്ട് മണ്ണിൽ വേണമെങ്കിലും ഇൻഡോർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ 2 രീതിയിൽ അഗോണി നിൽക്കും കേട്ടോ. നമ്മളിവിടെ നമ്മുടെ കിച്ചണിൽ വാട്ടറിൽ ഇത് അഗോണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് സെറ്റിങ്സ് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് അഗോണിയ എന്ന് പറയുന്നതിന് പുറമെ ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബോർഡറിലായിട്ട് ഒരു പിങ്ക് കളർ ഒരു ബോർഡറുണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അതിന് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്നും പേര് വന്നു കേട്ടോ. അപ്പം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ അധികമായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മണ്ണിലാണ് നിങ്ങൾ വയ്ക്കുകയാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ചെടുത്താലും പരാതിയില്ലാത്തൊരു ചെടിയാണ് നമ്മുടെ അഗോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി. അടുത്ത വെറൈറ്റി ഞാൻ കാണിച്ചുതരാം. അടുത്ത വെറൈറ്റി ചട്ടി ഇച്ചിരി വലുതാണ് കേട്ടോ, നല്ല വലിയ അഗോണിയാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ക്യാമറ തിരിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത അഗോണിയ. നല്ല വലുതായിട്ടുണ്ട് ഈ അഗോണിയ. ഒരു വൈറ്റ് കളർ ഡോട്ട് വന്നിട്ട് വലിയൊരു ലീഫാണ് ഇത്. നല്ല ഭംഗിയാണ് കേട്ടോ. എൻട്രൻസിലായാലും കോർണറിലായാലും നല്ലതുപോലെ നല്ലൊരു ഭംഗിക്ക് നിൽക്കാൻ പറ്റുന്നൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ അഗോണിയ എന്ന് പറയുന്നത്. അപ്പം നല്ല വലുതാണ് കേട്ടോ. അത്യാവശ്യം തണ്ടെല്ലാം നല്ല കട്ടിക്ക് പോകുന്നൊരു ചെടിയാണ്. അപ്പോൾ ഈ ഒരു അഗോണിയുടെ വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതുണ്ട്. ഇത് യെല്ലോ കളർ ലീഫ് വന്നിട്ട് അതിൽ ഗ്രീൻ കളർ ഡോട്ട് വന്നിട്ടുള്ളൊരു അഗോണിയാണ്. അപ്പോൾ 3 വെറൈറ്റി അഗോണിയ നമുക്കുണ്ട്. ഇതെല്ലാം നല്ലൊരു ഇൻഡോർ പ്ലാന്റ്സ് തന്നെയാണ്. ഇതിനും ഞാൻ പറഞ്ഞതുപോലെ വെള്ളം അധികമായിട്ട് ആവശ്യമില്ലാത്ത ഇൻഡോർ പ്ലാന്റ്. അടുത്തൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് പേരെന്താണെന്ന് അറിയത്തില്ല. ഒരു സെക്കൻഡ്, പൗർസ് വികൃതി തുടങ്ങിയാൽ പെട്ടെന്ന് ഞാൻ പറയട്ടെ. പറട്ടാ അത് വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്തൊരു ഇൻഡോർ പ്ലാന്റ്. ഇതിൻ്റെ പേര് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം. നമ്മൾ ഇൻഡോറായിട്ട് വെള്ളത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ പറഞ്ഞു കൊടുക്കാം. പാറൂട്ടി പറയാനായിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഇതിൽ വേരോടെ നമ്മൾ എടുത്തതിന് ശേഷം സെറ്റ് ചെയ്ത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇതുപോലെ ഒരു ബോട്ടിൽ കണ്ടോ, ഇത്രയും നല്ല വലുതായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബ്രാഞ്ച് വന്നിട്ട് നല്ല ഇതായിട്ട് ഈ ബോട്ടിലിനകത്ത് നിൽപ്പുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാം. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പേര് കമൻറ്റ് ചെയ്തിട്ട്, പേരറിയില്ല ഇതിൻ്റെ. അപ്പോൾ ഇതൊരു സംഭവം. അടുത്തൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ പീസ് ലില്ലി എന്ന് പറയാം കേട്ടോ. പീസ് ലില്ലി നല്ലൊരു നമ്മുടെ വാഴച്ചെടി എന്നൊക്കെ പറയില്ല, അതൊക്കെ നിൽക്കുന്നത് പോലുള്ളൊരു ചെടിയാണ്. അപ്പോൾ ആ പീസ് ലില്ലിയുടെ ബാക്കി കാര്യം പറയുവാണെങ്കിൽ പാറൂട്ടി പണി തുടങ്ങി കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. പീസ് ലില്ലിക്ക് ഒരു വൈറ്റ് കളർ പൂ അതിൽ വരുന്ന കേട്ടോ. നമ്മുടെ ഈ ആന്തൂറിയം പോലെ ആ ഒരു ടൈപ്പ് ഒരു പൂ വരുന്നൊരു ചെടിയാണ് പീസ് ലില്ലി എന്ന് പറയുന്നത്. അതിന് പക്ഷെ അത്യാവശ്യം സൺലൈറ്റ് വേണം. അപ്പോൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലാസ് ഇട്ടിരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ജനാലയുടെ അരികിലായിട്ടൊക്കെയോ സെറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയൊക്കെയാണ് എനിക്കിവിടെ ഇരുന്ന് കാണിക്കാൻ പറ്റും. ഇനി അടുത്ത് ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. കലേഡിയത്തിൻ്റെ ഒരു വെറൈറ്റി നമ്മൾ ഹാങ്ങിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അത് ലാസ്റ്റ് കാണിച്ചു തരും. ഇതാണ് കേട്ടോ. ഇതാണ് അപ്പോൾ ആ കലേഡിയത്തിൻ്റെ നമുക്ക് ഉള്ള വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. അടുത്തൊരു ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളത് നമ്മുടെ മണി പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. കാരണം നമുക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നമുക്കിതുപോലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പൈപ്പിലേക്ക് പടർത്തി വിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ പോട്ടിലായിട്ട് നിർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ ഇത് നമുക്ക് വെള്ളത്തിൽ വിട്ട് വയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് അല്ലാണ്ട് മണ്ണിൽ വേണമെങ്കിലും ചെയ്യാം. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സൂര്യപ്രകാശം മതി. അതുപോലെ വെള്ളവും നമ്മൾ വല്ലപ്പോഴും ഒഴിച്ചു കൊടുത്താൽ പരാതിയില്ലാത്തൊരു ചെടിയാണ് നമ്മുടെ ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഒന്നത് ഇങ്ങനെ ഒരു വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള മണി പ്ലാന്റും പിന്നെ രണ്ടാമത്തത് കാണിച്ചു തരാം കേട്ടോ.
രണ്ടാമത്തേത് ഈ കറക്റ്റ് പച്ച ഇലയുള്ളതാണ് കേട്ടോ. അങ്ങനെ 2 വെറൈറ്റി മണി പ്ലാന്റാണ് നമുക്കിവിടെ ഉള്ളത്. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആദ്യമായിട്ടാണ് നിങ്ങളൊരു ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതുപോലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചെടികൾ വെച്ച് ഫസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ ആദ്യം കാണിച്ചതൊക്കെ ഇച്ചിരി വിലയുള്ള ചെടിയാണ്. അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നശിച്ചു പോകും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മണി പ്ലാന്റൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അടുത്ത ഒരെണ്ണമാണ് നമ്മുടെ ഈ ബാംബു ടൈപ്പ് കേട്ടോ. ഇത് ലക്കി ബാംബു അല്ല, അതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ബാംബു ആണ്. പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് കേട്ടോ. കണ്ടറിയ ഒരു ഡബിൾ കളറ്, സൈഡിലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് നടുവിൽ കൂടെ വേറൊരു ഗ്രീൻ കളർ ഷെയ്ഡ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഒരു അടിപൊളി ഒരു ബാംബു ടൈപ്പിലുള്ളൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്. ഇനി നമുക്കിവിടെ സ്പൈഡർ പ്ലാന്റും കൂടെ ഉണ്ട്. അത് പക്ഷേ നല്ലതായിട്ട് ആയിട്ടില്ല കേട്ടോ, ഹാങ്ങിങ്ങിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. സ്പൈഡർ പ്ലാന്റ് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ. ബാക്കി ഞാൻ സെറ്റിങ്സ് കാണിച്ചു. അപ്പോൾ അതേ നിങ്ങൾക്ക് ഞാൻ സെറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മുടെ അഗോണിമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അഗോണിമ പ്ലാന്റ്സ് ഇതേ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വേരോടെ എടുക്കണം കേട്ടോ, കാരണം ഞാൻ ഇപ്പോൾ വെള്ളത്തിലാണ് സെറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം വേര് പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്ന രീതി കാണിച്ചിട്ട് വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നിരുന്നാലും ഇത് വെള്ളത്തിൽ നിൽക്കുമോ എന്നുള്ള കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ജഗ്ഗിലാണ് കേട്ടോ. ഇങ്ങനൊരു ജഗ്ഗിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഏതിൽ വേണോ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ ആർട്ട് ചെയ്ത ബോട്ടിലാണെങ്കിലോ അല്ലാതെ ഭംഗിയുള്ള ബോട്ടിലാണെങ്കിലോ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. എന്തായാലും ഒരു ഗ്ലാസ് ആയിരിക്കും ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാത്ത രീതിയിലാണ് ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ചൊരു ജാറ് സെറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം നിറച്ചിട്ട് ചെയ്യാൻ പോവുകയാണേ. അപ്പം അതിലേക്ക് വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അഗോണിമ ഉണ്ടല്ലോ, അഗോണിമ ഞാൻ അതിലേക്ക് ഇറക്കി വയ്ക്കുവാണേ. പേരും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പാർസ, നമ്മുടെ പാറുട്ടിയുടെ പണിയാണ് കേട്ടോ. അപ്പം വേര് അതിലേക്ക് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് മണ്ണിലാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാം. ഇത് ഒരു കേടുപാട് സംഭവിക്കില്ല കേട്ടോ, ഇങ്ങനെ വെള്ളത്തിൽ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കത്തില്ല. ഇതിന് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് കുറച്ച് കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം കണ്ടത് കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് സെറ്റിംഗ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യമൊക്കെ ഒരുപാട് പൈസ ചിലവാക്കി ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെയുള്ള നമുക്ക് നിൽക്കുന്ന ചെടികൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം ഇൻഡോർ പ്ലാന്റ്സ് പലതും നല്ല റേറ്റാണ്. അല്ലേ നമുക്കിനി ഞാനിവിടെ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് അത് നല്ലൊരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഭംഗിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ റൂമിലെ എയർ പ്യൂരിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതിലൂടെ. ഈ ഒരു അഗോണിയമ്മ സിങ്കിൻ്റെ അടുത്തായിട്ട്, ഇത് നേരത്തെ ഇതും വെള്ളത്തിലാട്ടോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൽ വെച്ചേക്ക് ഇത് കുറേ നാളായി ഇങ്ങനെ നിൽക്കുന്നു, ഒരു കുഴപ്പമില്ല. അപ്പം നല്ലതുപോലെ തന്നെ ആ ഗുണി നിൽപ്പുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാനും സാധിക്കുക കേട്ടോ. പാറുട്ടിനെ കാണണോ? പാറുട്ടിനെ കാണണമെന്നൊന്ന് കാണിച്ചു തരാമേ. പാറസിൻ്റെ പരിപാടി എന്താ ഇത്? പാറുട്ടി തോരനാട്ടോ കഴിക്കുന്നത്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോരൻ സ്പൂട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിലും അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് കഴിച്ചോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ പാറുടെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാം കേട്ടോ. നമുക്ക് തന്നെ സിമ്പിളായിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മുടെ വീട് അടിപൊളിയാക്കി ഡെക്കറേറ്റ് ചെയ്തൊക്കെ വയ്ക്കാവുന്നതാണ്. കിച്ചണിൽ മാത്രമല്ല, നിങ്ങളുടെ എൻട്രൻസിലായാലും അതുപോലെ വീടിൻ്റെ കോർണേഴ്സിലായാലും ഒക്കെ അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ ഈ ചെടികളൊക്കെ ധാരാളം മതി. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു ഇൻഡോർ പ്ലാന്റ്, അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റുകൾ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.